2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ മാധവ് സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ അശ്വന്ത് കോക്കുണ്ടെങ്കിൽ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് മോശമായിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഇത് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വന്ത് കോക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നീ ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കണം, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് ഇതേ കണക്ക് പൈസ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അത് നീ തെളിയിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ പണി തരുമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു അശ്വന്ത് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മാധവ് വന്നിട്ട് ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞതുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ് ആൾക്കാർ. അശ്വന്ത് ഉണ്ടെങ്കിൽ ഇതേണക്ക് വിളിച്ച് സംസാരിച്ചെന്നല്ല ഞങ്ങൾ പറഞ്ഞു. ഇതേണക്കുണ്ടെങ്കിൽ അശ്വന്തിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് പൈസ ചോദിച്ചിരിക്കുന്നത്. അതല്ലാതെ അശ്വന്ത് വിളിച്ചെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇതേണക്ക് മാധവ് സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു കാര്യം, അപ്പം വന്ന് ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ പ്രശ്നമായപ്പോഴത്തേക്കുണ്ടെങ്കിൽ മാറ്റി പറയുന്നതാണ്. അതല്ലെങ്കിൽ ഇതേണക്ക് അശ്വന്തിൻ്റെ തന്നെ പേര് തന്നെ പറഞ്ഞേനെ. ഇതേണക്ക് ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേണക്ക് സിനിമ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വന്ന് അവർ കാരണമായി ഇവർ കാരണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ലാതെ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ നിൽക്കുന്നേ ഇല്ല.